ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായ റവ ഇഡ്ഡലി അതിനോടൊപ്പം കഴിക്കാവുന്ന നല്ല തേങ്ങ വച്ചിട്ടുള്ള ചമ്മന്തിയുമാണ് റെഡിയാക്കുന്നത്. ഈ റവ ഇഡ്ഡലി നല്ല മൃദുവും അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഇത് തയ്യാറാക്കാൻ എന്തൊക്കെ ആവശ്യമായി വേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കാൻ 1 കപ്പ് റവയാണ് എടുത്തത്. ഇനി നമുക്ക് അതിലോട്ട് 1/2 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നല്ല മിക്സാക്കി എടുക്കണം. അത് ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് അത് ഒഴിക്കാം. ഇതേപോലെ റോസ്റ്റഡ് റവയാണ് എടുക്കേണ്ടത്. റോസ്റ്റ് ആക്കാത്തതാണെങ്കിൽ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. ഇതേപോലെ എല്ലാം ഫുൾ അതിൽ ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് വയ്ക്കണം. ഇത് നമ്മൾ തലേ ദിവസമേ ഇങ്ങനെ മിക്സാക്കി വയ്ക്കണം. രാത്രിയിലൊക്കെ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഓവർനൈറ്റ് അങ്ങനെ വച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇത് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. ഇത് കുറച്ച് കൂടുതൽ നേരം ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുക. അതുകൊണ്ടാണ് നമ്മളിത് വൈകിട്ടൊക്കെയാണ് നമുക്കിത് വേണ്ടതെങ്കിൽ രാവിലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം വൈകിട്ടൊക്കെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം നല്ല മിക്സാക്കി എടുത്തു. ഇനി നമുക്കത് അടച്ച് വയ്ക്കാം. നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. റവയെല്ലാം നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് ഇതിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റൊക്കെ വരാൻ വേണ്ടി കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തത്, പച്ചമുളക് 1/4 കപ്പ് അളവിൽ, ക്യാരറ്റ് കട്ട് ചെയ്തത്, മല്ലിയില, കറിവേപ്പില, കടുക്, കടലപ്പരിപ്പ് 1 ടീസ്പൂൺ അളവിൽ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെയാണ് വേണ്ടത്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് നോക്കാം. ഒരു പാത്രം വച്ചതിന് ശേഷം അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുകും അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് അത് നല്ല ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. എന്നിട്ട് ഒരു 2-3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും, എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് നല്ല ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. നമ്മളിതിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അതിന് പകരം വെളിച്ചെണ്ണയിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 1/4 കപ്പ് അളവിൽ ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റും അതും നല്ല വേവിച്ചെടുക്കണം. 1-2 മിനിറ്റ് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് മല്ലിയില ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതാണ്. മല്ലിയില ഇടുമ്പോൾ അതിൽ ഉള്ള ചൂട് മതിയാകും അത് ഫ്രൈ ആയി കിട്ടാൻ. ഇനി നമുക്ക് ആ റവ മിക്സിലോട്ട് അത് ചേർക്കാം. അത് ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷമാണ് അത് ചേർക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ല തിക്കായിരിക്കുകയാണ്. ഇതിലോട്ടിനി ആവശ്യത്തിന് വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി എടുക്കണം. ഇത് കൂടുതൽ ലൂസാവാനും പാടില്ല, അതുപോലെ കൂടുതൽ തിക്കാവാനും പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുക്കണം. നമ്മൾ ഒരിക്കലും ഒരുമിച്ച് വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുക്കാൻ പാടില്ല. അത് അങ്ങനെ ആയാൽ അത് ചിലപ്പോൾ അത് ലൂസാകും. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ എത്ര വെള്ളം വേണ്ടി വരുമെന്ന്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് അതും ഒന്ന് നല്ല മിക്സാക്കി എടുക്കണം. ബേക്കിംഗ് സോഡയൊക്കെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ചേർത്താൽ മതിയാകും. എന്നിട്ട് ഇനി അല്പം കൂടെ വെള്ളം ആവശ്യമായിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് അതും ഒന്ന് നല്ല മിക്സാക്കി എടുക്കണം. ഇതേപോലെ കുറേശ്ശെ വെള്ളം ഒഴിക്കണം. ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയിലാണ് അത് ഇരിക്കേണ്ടത്. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മളിനി ഒരു അരമണിക്കൂർ കുറഞ്ഞത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നമ്മൾ ഈ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ട് അപ്പോഴേ അത് നല്ല ഫ്ലഫിയായി വരുള്ളൂ. ഇഡ്ഡലി ഉണ്ടാക്കി കഴിയുമ്പോൾ അടച്ച് വയ്ക്കാം നമുക്ക്. എന്നിട്ട് അതിന് വേണ്ടിയുള്ള ചമ്മന്തി റെഡിയാക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങ ചേർത്തിട്ട് ഒരു 6-7 പച്ചമുളകും 2-3 പീസ് ഇഞ്ചിയും ചേർക്കണം. എന്നിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ അത് നല്ല ലൂസായി കിട്ടാൻ വേണ്ടിയാണ്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇത്.
അത് കഴിഞ്ഞ് ഇപ്പോൾ അത് അരച്ചെടുത്തു. ഇനി അതിൽ ഫ്ലേവറിന് വേണ്ടി ഒരു അല്പം മല്ലിയിലൂടെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് അതും ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ക്രഷ് ചെയ്തെടുത്തു. ഇനി നമുക്കത് ഒരു ബൗളിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ചമ്മന്തി തിക്കായിരിക്കുന്നു. നമുക്കതുകൊണ്ട് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി അതിലോട്ട് ഒഴിക്കാം. ഇത് ലൂസായിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി, അതല്ലെങ്കിൽ വേണ്ട. ആവശ്യത്തിന് അല്പം ഉപ്പൂടെ ചേർത്തതിന് ശേഷം നല്ല ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി അതിലോട്ട് കടുവറുത്ത് ചേർക്കാം. ഒരു പാത്രം വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം അത് നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും അതുപോലെ 2 വറ്റൽമുളകും ഇട്ടതിന് ശേഷം അത് നല്ല വറുത്ത് എടുക്കണം. കറിവേപ്പിലയും ചേർത്ത് അത് കഴിഞ്ഞ് ആ കൂട്ട് അതിലോട്ട് ഒഴിക്കുക. ഇനി അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല. നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ട് ഏകദേശം 3/4 മണിക്കൂറായി. അത് ഒന്നുകൂടെ ഒന്ന് ചെറുതായി തിക്കായത് കാരണം അല്പം കൂടെ വെള്ളം ചേർത്തു. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുത്തു. ഇതേ രീതിയിലാണ് അത് ഇരിക്കേണ്ടത്. നമ്മളത് മിക്സാക്കാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തത്. ഏകദേശം 3/4 കപ്പ് വെള്ളം വേണ്ടി വന്നു. ഇനി നമുക്ക് ബാറ്റർ ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിക്കാം. ഇതുപോലെ തുണി ഇട്ടതിന് ശേഷം ഒഴിച്ചു കഴിഞ്ഞാൽ ഇഡ്ഡലി ഒന്നുകൂടെ സോഫ്റ്റ് ആകാൻ നല്ലതാണ്. ഇനി ഒരേ ക്വാണ്ടിറ്റിയിലാണ് ബാറ്റർ ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് അത് അടച്ചു വെച്ചതിന് ശേഷം ഗ്യാസിലോട്ട് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ആദ്യം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും. എപ്പോഴും ഇത് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനേക്കാൾ 2-3 മിനിറ്റ് കൂടുതൽ സമയം വേണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടി. നമുക്ക് തട്ടിങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ആ തുണിയിൽ നിന്ന് വളരെ സോഫ്റ്റ് ആയത് കാരണം പതുക്കെ അതിങ്ങനെ എടുക്കണം. കൂടുതൽ പ്രസ് ചെയ്ത് എടുക്കാൻ പാടില്ല. ഇതേപോലെ ഇപ്പോൾ അതെല്ലാം നമ്മൾ അതിൽ തുണിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി. ഈ തേങ്ങാ ചമ്മന്തിയോടൊപ്പം റവ ഇഡ്ഡലി വളരെ രുചികരമാണ്. കൂടാതെ ഇഡ്ഡലി വെറുതെ കഴിക്കാനും നല്ലതാണ്. നല്ല സോഫ്റ്റായ ഇഡ്ഡലി ആയതിനാൽ അല്പം പഞ്ചസാര ചേർത്ത് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും റിപ്ലൈ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.